വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഫതുഹുൽ മുഈൻ സബക വത്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫർഉൻ ഇതൊരു ഫർആൻ ലൗ അദ്ഖല യദഹു ഒരാൾ തൻ്റെ കൈയിട്ടാൽ ബി ഖസ്തുൽ ഖസ്ലി അനിൽ ഹദസി അശുദ്ധിയെ തൊട്ട് തൻ്റെ കൈ കഴുകണമെന്ന ഉദ്ദേശത്തോടു കൂടെ കൈയിട്ടാൽ അത് ചെറിയ ശുദ്ധിയാവട്ടെ വലിയ ശുദ്ധിയാവട്ടെ അല്ലെങ്കിൽ ലാ ബി ഖസ്തിൻ ബഅദ നിയത്തിൽ ജുനൂബി ഒരു വലിയ ശുദ്ധിക്കാരൻ നിയത്ത് വെച്ചതിൻ്റെ ശേഷം ഒന്നും ഉദ്ദേശിക്കൽ കൂടാതെ കൈയിട്ടാൽ ഒരു വലിയ ശുദ്ധിക്കാരൻ നിയത്തൊക്കെ വെച്ച് കുളിക്കാൻ നിൽക്കുക, കാലൊക്കെ അപ്പുറത്തൊന്ന് കഴുകി പിന്നെ കൈയിട്ട് കൂട്ടിക്കൊളി, അങ്ങനെയാണെങ്കിൽ ഔ തസ്ലീസി വജിഹിൽ മുഹദിസി അല്ലെങ്കിൽ ചെറിയ ശുദ്ധിക്കാരൻ 3 വട്ടം മുഖം കഴുകിയതിൻ്റെ ശേഷം കൈയിട്ടാൽ പിന്നെ അടുത്തെന്തേക്കാരൻ കയ്യകലാണല്ലോ. ഔ അല്ലെങ്കിൽ ബഅദൽ ഖുസ്ലത്തിലൂല ഇൻ ഖസ്വദൽ ഇക്തിസാർ അലയ്യ ഒന്നിൻ്റെ മേൽ ചുരുക്കലിന് ഉദ്ദേശിച്ചാൽ 1 വട്ടം കഴുകിയതിൻ്റെ ശേഷം കൈയിട്ടാൽ, ഒരാൾ 1 വട്ടം മുഖം കഴുകുക, 1 വട്ടം കൈ കഴുകുക, 1 വട്ടം തല തടവ്, ഇങ്ങനെ ഉദ്ദേശിക്കുകയാണ് കൈയ്യണ് ഈ രൂപത്തിലാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ കൈയിട്ടാൽ ബിലാ നിയത്തി ഇഖ്തിറാഫിൻ കോരണമെന്ന നിയത്ത് കൂടാതെ കൈയിട്ടാൽ വല ഖസ്വി അഖ്ദിൽ മായി ലിഗറദിൻ ആഖറ മറ്റൊരാവശ്യത്തിന് വേണ്ടി വെള്ളം പിടിക്കണമെന്ന ഉദ്ദേശം കൂടാതെ കൈയിട്ടാൽ വെള്ളത്തിലേക്ക് വല്ല കൊള്ളി കഷ്ണമോ മറ്റോ വസ്തു ചാടി അത് എടുത്തിടണമെന്ന ആവശ്യമൊന്നുമില്ല, ആ ഉദ്ദേശം കൂടാതെ എന്ത് ചെയ്തു കൈയിട്ട്, അല്ലെങ്കിൽ കോരണമെന്ന നിയത്ത് കൂടാതെ എന്ത് ചെയ്തു കൈയിട്ടാൽ സോറ ആ വെള്ളമായി മാറി മുസ്തഅമലായി മാറി, വെള്ളം എന്തായി മുസ്തഅമലായി മാറി. ബിനസ്ബത്തി ചേർത്തി നോക്കുമ്പോൾ വൈരി യതി അവൻ്റെ ആ കൈയല്ലാത്ത അവൻ്റെ ആ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ, മനസ്സിലാവും, ആ കയ്യിലല്ലാത്ത മറ്റു വെള്ളം എന്തായി മുസ്തഅമലായി മാറി. എപ്പോൾ അവൻ്റെ ആ കയ്യിലല്ലാത്ത പറഞ്ഞല്ലേ, അപ്പോൾ അവൻ്റെ കയ്യിലെ വെള്ളമോ പലഹോ അവനക്ക് ജായിസാണ് യഗസില ബിമാഫിയ അവൻ്റെ ആ കൈ കുമ്പിലുള്ള വെള്ളം കൊണ്ട് അവനക്ക് കൈകൾ ജായിസാണ്. ബാക്കിയ സാഇദിയ അവൻ്റെ തന്നെ കൈയിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ കൈകൾ ജായിസാണ്. ഇങ്ങനെ കൈക കാരണം അവനക്ക് ജായിസാണ്, മനസ്സിലായോ? ബാക്കി നമുക്ക് അടുത്തുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.